ഇന്നൊരു ചിക്കൻ കുറുമയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന ചിക്കൻ കുറുമ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്നാൽ ഇനി വിഷമിക്കണ്ട, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതിയാകും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു വലിയ കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ച്, ഇനി അധികം പുളിയൊന്നും ഇല്ലാത്ത ഒരു അരക്കപ്പളവിൽ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് നടുവേ കീറി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. മസാലപ്പൊടിക്കായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തതാണ്, അതും കൂടി എടുത്ത് വെച്ചതിന് ശേഷം ഒരു ഗരം മസാലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 4 ഏലക്കായ, 4 ഗ്രാമ്പു, 2 കഷ്ണം പട്ടയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തു വെക്കാം. ഇനി നമ്മൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് നമ്മൾ കഴുകി എടുത്ത് വെച്ച ചിക്കന് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് നമ്മൾ കിഴങ്ങ് ഒന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും പേസ്റ്റ് ആക്കേണ്ട, ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്താൽ മതിയാകും കേട്ടോ. അതിനുശേഷം ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി. ഇനി നമ്മൾ എടുത്തു വെച്ച പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഇതിൽ കൂടുതൽ വെള്ളമൊന്നും ആവശ്യമില്ല. 1.5 കപ്പ് വെള്ളത്തിൽ ചിക്കൻ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിതാ കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലടിച്ചാൽ മതി. നമ്മൾക്ക് ഇത് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ 1 മുറി തേങ്ങ ചെരുവിയത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അണ്ടിപ്പരിപ്പാണ്. ഞാനിവിടെ 12 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ട് വരാം. ഇത് ഞാനിപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് അരച്ച് കിട്ടേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കാം. ആ സമയം നമ്മുടെ കുക്കറിൽ വിസിലടിക്കാൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു വിസിലടിച്ച് ഓഫ് ചെയ്തിട്ട് എയറൊക്കെ പോയതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നത് കേട്ടോ. അതിൻ്റെ മുന്നേ എയറൊന്നും കളയരുത്. ആ എയറിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇങ്ങനെ ഒരൊറ്റ വിസിലിൽ വേവുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും ഉടഞ്ഞൊന്നും പോകില്ല, എന്നാൽ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടാകും കേട്ടോ. ഇനി നമുക്ക് ഇതിലുള്ള പട്ട ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ ബാക്കിയൊന്നും എടുത്ത് മാറ്റണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റി കൊടുക്കട്ടോ. അപ്പോൾ ഇതാ ഇതിൽ മുകളിൽ കിടക്കുന്ന ഈ പട്ട മാത്രമായിട്ട് ഞാൻ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. 2 കഷ്ണം പട്ടയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2 കഷ്ണം പട്ടയും ഞാനിവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം എടുത്തു മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം വീഡിയോ ഒന്ന് ഓഫായിട്ടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മല്ലിച്ചപ്പും, അതുപോലെ തന്നെ 1/2 കപ്പ് അളവിൽ തൈരും, അതുപോലെ നമ്മൾ അരച്ചെടുത്ത തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടി അരച്ചെടുത്തതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സി ചുഴറ്റിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ സമയത്തൊന്നും നമ്മൾ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തീ കത്തിച്ചിട്ട് ചെറിയ രീതിയിൽ തന്നെ ഇപ്പോൾ തള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇതിൽ കഷ്ണങ്ങളൊന്നും ഒട്ടും ഉടഞ്ഞിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒരു വട്ടം കൂടി ഒന്ന് തള വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് എണ്ണയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിവിടെ വെളിച്ചെണ്ണ ചേർത്ത്
ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഈ കറി ചെറുതായിട്ട് ചൂടാറിയാൽ നന്നായിട്ട് കുറുകിയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിപൊളി ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഈ സ്പെഷ്യൽ ചിക്കൻ കുറുമ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം.